ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ 7th ചാപ്റ്റർ ആയിട്ടുള്ള അലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്താണ് അലോഹങ്ങൾ? ലോഹങ്ങളല്ലാത്തവയാണ് നമ്മൾ അലോഹങ്ങൾ എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിവയെ തരംതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പീരിയോഡിക് ടേബിളിന് നമ്മൾ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ലോഹങ്ങളിൽ സോഡിയം, കാൽഷ്യം, അയോൺ, കോപ്പർ, ഗോൾഡ്, അലൂമിനിയം ഒക്കെ ലോഹങ്ങളിൽ പെട്ടതാണ് അല്ലേ. ദെൻ അലോഹങ്ങളിൽ വരുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, ക്ലോറിൻ, സൾഫർ, ഇതൊക്കെയാണ് അലോഹങ്ങളിൽ വരുന്നത്. ഇതിൽ നമ്മൾ പഠിക്കുന്ന അലോഹങ്ങൾ ആദ്യത്തെ 5 അലോഹങ്ങളാണ്. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, ക്ലോറിൻ എന്നിവയെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കുന്നത്. ഓക്കെ, അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ ഗുണങ്ങൾ, അവരുടെ ഉപയോഗങ്ങൾ, അവരുടെ എങ്ങനെയാണ് പരീക്ഷണശാലകളിൽ അവരെ നിർമ്മിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഉപലോഹങ്ങളിൽ വരുന്ന നമുക്കറിയാവുന്നവരാണ് ബോറോൺ, സിലിക്കോൺ, ജെർമേനിയം, ആഴ്സനിക് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അലോഹങ്ങളെ പറ്റി നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്ന അലോഹം ഹൈഡ്രജൻ ആണ് കേട്ടോ. യെസ്, ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. ഓക്കെ, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ഓക്കെ, നമ്മളുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. സൂര്യനിലും അതുപോലെ മറ്റുള്ള നക്ഷത്രങ്ങളിലുമൊക്കെ കാണപ്പെടുന്ന മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. നമുക്കറിയാം ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകമാണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ സൂര്യനും മറ്റ് നക്ഷത്രങ്ങളൊക്കെ കത്തിജ്വലിക്കാനുള്ള കാരണക്കാരൻ നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഓക്കെ, ദെൻ ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു. ഓക്കെ, നമ്മുടെ അന്തരീക്ഷത്തിൽ സ്വതന്ത്രാവസ്ഥയിലുള്ള ഹൈഡ്രജൻ്റെ അളവ് വളരെ കുറവാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ പറയുന്നത് നമുക്ക് ഹൈഡ്രജനെ പറ്റി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 1 ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണം അതുപോലെ പ്രോട്ടോണുകളുടെ എണ്ണം ഒക്കെ 1 നമുക്കറിയാം. ദെൻ ന്യൂട്രോണുകളുടെ എണ്ണം 0 ആണ്. ജലത്തിലെ ലേയത്വം, ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുമോ? ഇല്ല, ഹൈഡ്രജൻ ജലത്തിൽ ഒരിക്കലും ലയിക്കില്ല കേട്ടോ. ദെൻ ഐസോട്ടോപ്പുകൾ, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവ. പ്രോട്ടിയം മീൻസ് ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ 1ാമത്തെ ഐസോട്ടോപ്പായിട്ടുള്ള പ്രോട്ടിയം, ഇതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇതിനാണ് നമ്മൾ നോർമൽ ഹൈഡ്രജൻ ആയിട്ട് പറയുന്നത്. അതിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഡ്യൂട്ടീരിയം വരുന്നത് H1 മാസ് നമ്പർ 2 ആണ്. അപ്പോൾ ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം വരുന്നത് 2 - 1, 2 കുറക്കണം 1 = 1 ആയിരിക്കും ന്യൂട്രോണുകളുടെ എണ്ണം. ദെൻ ട്രിഷ്യത്തിൻ്റെ കേസാണെങ്കിലോ H1 3 ആണ്. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം 3 - 1 = 2 ആണ് വരിക. 2 ന്യൂട്രോണുകളാണ് ട്രിഷ്യത്തിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ പ്രോട്ടിയം ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഐസോട്ടോപ്പ്. അതാണ് നമ്മൾ നോർമൽ ഹൈഡ്രജൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ പരീക്ഷണശാലയിൽ എങ്ങനെയാണ് ഹൈഡ്രജനെ നിർമ്മിക്കുന്നത് എന്നാണ് അടുത്ത ടോപ്പിക്ക്. അതിന് മുന്നായിട്ട് ഹൈഡ്രജനെ കണ്ടെത്തുന്നത് 1766 ഹെൻറി കാവൻഡിഷ് ആണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിരുന്നു കേട്ടോ. ദെൻ കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് കത്തുന്ന വായു എന്നാണ്. ഓക്കെ, ദെൻ ജലം ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രജീൻസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത് എന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, എങ്ങനെയാണ് പരീക്ഷണശാലയിൽ ഹൈഡ്രജനെ നിർമ്മിക്കുന്നത്? ഒരു ആസിഡും ഒരു മെറ്റലും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഹൈഡ്രജൻ പുറത്തോട്ട് വരുന്നത്. ഓക്കെ, ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലബോറട്ടറിയിൽ അല്ലെങ്കിൽ പരീക്ഷണശാലയിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡ് HCl-ഉം മെറ്റൽ സിങ്കുമാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് കുറച്ച് സിങ്ക് ഗ്രാനുൾസ് അല്ലെങ്കിൽ സിങ്ക് തരികൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് എന്താ, ഇതിലൂടെ ഒരു വായു അല്ലെങ്കിൽ ഒരു ഗ്യാസ് പോകും. ആ ഗ്യാസ് ഏതാണ് എന്ന് കണ്ടെത്തുന്നത് നമ്മൾ എങ്ങനെയാണ്? ടെസ്റ്റ് ട്യൂബിൽ വായുഭാഗത്ത് കത്തിച്ചൊരു ഈർക്കിൽ കഷ്ണം കൊണ്ടുവരിക. എന്താണ് നിരീക്ഷണം എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക്, ഡൈല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് സിങ്ക് തരികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത്
ദെൻ നമ്മളതിൽ അതിൻ്റെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്തേക്ക് ഒരു എരിയുന്ന തീപ്പെട്ടിക്കൊള്ളി അല്ലെങ്കിൽ ചെറുതായിട്ട് കത്തുന്ന ഈർക്കിൾ കഷ്ണം അല്ലെങ്കിൽ ഈർക്കിൾ കഷ്ണം നമ്മൾ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പോപ്പ് സൗണ്ടോട് കൂടി കത്തും. ഓക്കെ, പോപ്പ് സൗണ്ടോട് ടോ എന്ന് പറയുന്ന സൗണ്ടോട് കൂടി കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് മനസ്സിലായി സിങ്കും HCl പ്രവർത്തിച്ചപ്പോൾ സഡൻ ക്ലോറൈഡും H2 എന്ന് പറയുന്ന ഗ്യാസുമാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയാണ് ലബോറട്ടറികളിൽ ഹൈഡ്രജൻ നിർമ്മിക്കുന്നത്. ദെൻ വ്യാവസായികമായിട്ട് ഹൈഡ്രജൻ നിർമ്മിക്കുന്നത് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം വഴിയാണ്. ഓക്കെ, വ്യാവസായികമായിട്ട് കുറേ ഹൈഡ്രജനൊക്കെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അത് ജലത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അത് വഴിയായിട്ടാണ് വ്യാവസായികമായിട്ട് ഹൈഡ്രജൻ നിർമ്മിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹൈഡ്രജൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ സ്വഭാവങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് ഹൈഡ്രജൻ. ദെൻ ജലത്തിൽ ലയിക്കുന്നില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. നമുക്കറിയാം നമ്മൾ ഹൈഡ്രജൻ ബലൂണൊക്കെ എന്ത് ചെയ്യും, വായുവിലിട്ട് കഴിഞ്ഞാൽ അത് മുകളിലോട്ട് ഉയർന്നു പോലെ. കാരണം വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് ഹൈഡ്രജന്. സാന്ദ്രത കുറഞ്ഞതെപ്പോഴും മുകളിലോട്ട് ഉയരും, സാന്ദ്രത കൂടിയതാണ് താഴെ നിൽക്കുക. ഓക്കെ, ദെൻ ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ എപ്പോഴും രണ്ടാളുകളായിട്ടാണ് നിൽക്കുക, ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ദെൻ ഹൈഡ്രജൻ പോപ്പ് ശബ്ദത്തോടു കൂടി കത്തുന്ന ഒരു വാതകമാണ് എന്നതുകൂടെയാണ് ഹൈഡ്രജൻ്റെ ഗുണങ്ങളിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ സ്വഭാവങ്ങളിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ്റെ ചില പ്രധാനപ്പെട്ട രാസപ്രവർത്തനങ്ങളാണ്. ഓക്കെ, ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്നു. ഓക്കെ, ഹൈഡ്രജൻ കത്തുമ്പോൾ ജലം ഉണ്ടാവും. ഓക്കെ, ഹൈഡ്രജൻ കത്തുക എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ ജലമുണ്ടാവും, അതോടുകൂടെ താപവും കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഹൈഡ്രജൻ്റെ രാസപ്രവർത്തനമാണ് വെള്ളത്തിൻ്റെ ഉൽപ്പാദനം. മീൻസ് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് H2O അല്ലെങ്കിൽ ജലം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഹൈഡ്രജൻ വായുവിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു രാസപ്രവർത്തനമാണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, ഹൈഡ്രജനും ക്ലോറിനും സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവുന്നു. അതാണ് രണ്ടാമത്തെ ഹൈഡ്രജൻ്റെ പ്രധാനപ്പെട്ട രാസപ്രവർത്തനങ്ങൾ. ഓക്കെ, രാസപ്രവർത്തനം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങളാണ്. അമോണിയ, മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. അമോണിയ മീൻസ് NH3, നമുക്കറിയാവുന്നതാണ് അല്ലേ. NH3 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ആവശ്യമാണ്. സോ ഹൈഡ്രജൻ നമ്മൾ വ്യാവസായികമായിട്ട് അമോണിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെത്തനോൾ CH3OH വ്യാവസായികമായിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. അമോണിയ രാസവളത്തിലൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ആളാണ്. സോ അതിന് വ്യാവസായികമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നു. ദെൻ മെത്തനോൾ ഇസ് എൻ ആൽക്കഹോൾ. മെത്തനോൾ ഒരു ആൽക്കഹോളാണ്. പെയിൻറ്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തനോൾ ഉപയോഗിക്കുന്നുണ്ട്. സോ മെത്തനോൾ ഉണ്ടാക്കാൻ നമ്മുടെ ഹൈഡ്രജനെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇന്ധനമായിട്ട് ഹൈഡ്രജനെ യൂസ് ചെയ്യാം. ദെൻ വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കുന്നതിന്, വനസ്പതി മീൻസ് നമ്മൾ ഡാൽഡ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഡാൽഡ കേട്ടവരും കണ്ടവരൊക്കെ ഉണ്ടാവും. ഡാൽഡേനെയാണ് നമ്മൾ വനസ്പതി എന്ന് പറയാം. അതായത് അത് പൂരിത എണ്ണയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പാം ഓയിലൊക്കെ അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അപൂരിത എണ്ണകളാണ്. ഓക്കെ, അങ്ങനെയുള്ള എണ്ണകളെ ഈ ഹൈഡ്രജനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഓക്കെ, ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ പൂരിത എണ്ണകളാക്കി മാറ്റുന്നു. ഡാൽഡ പോലുള്ള അല്ലെങ്കിൽ വനസ്പതി പോലുള്ള പൂരിത എണ്ണകളാക്കി മാറ്റുന്നതിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കും. എങ്ങനെ? ഇപ്പോൾ ഒരു ലോഹ ഓക്സൈഡാണ്, കോപ്പർ ഓക്സൈഡ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ഹൈഡ്രജൻ നമ്മൾ നിരോക്സീകാരിയായിട്ട് യൂസ് ചെയ്തു. എന്തിനാണ്? കോപ്പറിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് കോപ്പർ അപ്പോൾ വേർതിരിഞ്ഞ് വരാൻ നോക്കാം. ഇവിടെ നോക്കിക്ക് H2O ഉണ്ടാവും. ഹൈഡ്രജനായിട്ട് നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് H2O ഉണ്ടാവും, പ്ലസ് നമ്മുടെ കോപ്പർ മെറ്റൽ അല്ലെങ്കിൽ ലോഹം മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്ത ഒരു കാര്യമാണ് ഹൈഡ്രജൻ ഒരു ഇന്ധനം ആയിട്ട് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നാണ് കേട്ടോ. ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഓക്കെ,
അപ്പോൾ ഇന്ധനത്തിൻ്റെ കേസ് വരുമ്പോൾ ഒരു ഇന്ധനത്തിൻ്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇന്ധനം കത്തുമ്പോൾ അത് പുറത്തു വിടുന്ന താപോർജ്ജം അതിൻ്റെ കലോറിക മൂല്യം. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന പെട്രോൾ, ഡീസൽ ഒക്കെ ഉണ്ട് അല്ലേ, ഇതൊക്കെ കത്തുന്ന സമയത്ത് ഇത് കുറച്ച് താപോർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തു വിടുന്നുണ്ട്. ആ താപോർജ്ജത്തെയാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ പെട്രോളും ഡീസലും ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിന് കുറച്ച് കലോറിക മൂല്യം കൂടുതലാണ്. അതായത് പെട്രോൾ കത്തുമ്പോൾ ഡീസൽ കത്തുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ചൂട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പെട്രോളിന് കലോറിക മൂല്യം കൂടുതലാണെന്ന് പറയാം. then നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചാർക്കോളൊക്കെ ഉപയോഗിക്കും അല്ലേ, വിറക് ഉപയോഗിക്കുന്നതിന് പകരം എന്തിനു വേണ്ടിയിട്ടാണ്, നല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചിരട്ട ഉപയോഗിക്കും, വിറകിൻ്റെ പകരം ബിരിയാണി ഒക്കെ ദമ്മിടുന്ന സമയത്ത് നമ്മൾ ചിരട്ട ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, അത് ചിരട്ട കത്തുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ താപോർജ്ജം അല്ലെങ്കിൽ താപം, നല്ല ചൂട് നമുക്ക് കിട്ടും. അതായത് ചിരട്ടക്ക് വിറകിനേക്കാൾ കലോറിക മൂല്യം കൂടുതലായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ കലോറിക മൂല്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ദെൻ ഇപ്പോൾ കുറേ ഇന്ധനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കലോറിക മൂല്യങ്ങൾ അല്ലെങ്കിൽ ജ്വലനം മൂലമുണ്ടാക്കുന്ന ഊർജ്ജം, ഓക്കെ, കലോറിക മൂല്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം നമുക്ക് കാണാൻ പറ്റും ഹൈഡ്രജൻ ആണ് അല്ലേ. അപ്പം ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുന്ന, നമ്മൾ പെട്രോള് അതുപോലെ ഡീസലൊക്കെ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അന്തരീക്ഷത്തിന് നല്ലതല്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുകയായിട്ട് അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട് അല്ലേ, വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇതേ സമയം നമ്മൾ ഹൈഡ്രജൻ ആണ് ഇന്ധനമായിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുന്നതിൻ്റെ ഫലമായി ജലം മാത്രം ഉണ്ടാക്കുന്നതിനാൽ മലിനീകരണ സാധ്യത വളരെ കുറവാണ്. ഈ പെട്രോളും ഡീസലൊക്കെ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഹൈഡ്രജൻ യൂസ് ചെയ്യുമ്പോൾ അത് കത്തുന്ന സമയത്ത് ജലമാണ് ഉണ്ടാകുന്നത്. അത് വായുവിലേക്ക് വന്നാലും വായു മലിനീകരണത്തിൻ്റെ സാധ്യത വളരെ കുറവാണ് അല്ലേ. ഓൾസോ ഹൈഡ്രജന് നല്ല കലോറിക മൂല്യമുണ്ട്. പെട്രോളിൻ്റെ ഒക്കെ ഒരു 3 മടങ്ങോളം എന്തുണ്ട്, കലോറിക മൂല്യം ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അപ്പം അതും എന്താണ്, ഹൈഡ്രജനെ ഇന്ധനമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധ്യതയാണ്. പക്ഷെ നമ്മളതിനെ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ, ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. നമുക്കറിയാം ഹൈഡ്രജൻ നമ്മൾ ലബോറട്ടറിയിൽ ഒരു തുള്ളി ഹൈഡ്രജൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഠോ എന്ന് പറയുന്ന ശബ്ദത്തോടു കൂടി കത്തി. അപ്പം കുറേ ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ അതൊരു സ്ഫോടനത്തിന് തന്നെ കാരണമാകില്ലേ, നല്ല ശബ്ദത്തോടു കൂടി കത്തും. അപ്പോൾ സ്ഫോടനത്തോടു കൂടി കത്തുന്ന വാതകമാണ്, സംഭരിച്ചു വെക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പ്രയാസമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഹൈഡ്രജനെ നമുക്ക് സംഭരിക്കാനും വിതരണം ചെയ്യാനൊക്കെ പ്രയാസമാണ്. അത്രയും സേഫ് ആയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിലെ അവസ്ഥയിൽ അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ല. സോ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്ന അലോഹമാണ് കാർബൺ. ഓക്കെ, കാർബൺ. അപ്പോൾ കാർബണിനെ കുറിച്ച് നമുക്കറിയാം, കാർബണിൻ്റെ അറ്റോമിക നമ്പർ 6 ആണ്, മാസ് നമ്പർ 12 ആണ് നമുക്കറിയാം. ഇലക്ട്രോൺ വിന്യാസം അപ്പോൾ എത്ര വരും, 2, 4 എന്ന് വരും അല്ലേ. 6 അറ്റോമിക് നമ്പർ, സോ 2, 4 ഇലക്ട്രോൺ വിന്യാസം വരും. ഇലക്ട്രോൺ വിന്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗ്രൂപ്പും പീരിയഡും കാണാൻ പറ്റും. 2, 4 ഇലക്ട്രോൺ വിന്യാസം. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 4 ആണ്. 4 ആയതുകൊണ്ട് 4ലേക്ക് 10 കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ 14 കാർബണിൻ്റെ എന്ന് കിട്ടി. ഇനി അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 അല്ലാതെ വേറെ ഏത് സംഖ്യ അവസാനത്തെ ഷെല്ലിൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ ആ ഒരു അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൻ്റെ കൂടെ 10 കൂട്ടിയതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പീരീഡ്, കാർബണിൻ്റെ പീരീഡ് ഇലക്ട്രോൺ വിന്യാസത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ഷെല്ലുകളാണുള്ളത്. എത്ര ഷെല്ലുകളാണുള്ളത്, അതായിരിക്കും അതിൻ്റെ പീരിയഡ് നമ്പർ. സോ കാർബണിൻ്റെ പീരിയഡ് നമ്പർ 2. ഓക്കെ, ഇനി കാർബൺ എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിൽ വരുന്ന, ചിലർക്കൊക്കെ ഡയമണ്ട് വരും, പലർക്കും മനസ്സിൽ വരിക കരിയായിരിക്കും. എനിക്കൊക്കെ കരിയാണ് മനസ്സിൽ വരിക. ഓക്കെ, അപ്പോൾ ചാർക്കോൾ കാർബണാണ്. കൽക്കരി കാർബണാണ്. അതുപോലെ തന്നെ ഡയമണ്ടും എന്താണ്, കാർബണാണ്. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ തന്നെ ഒരേ മൂലകത്തിൻ്റെ തന്നെ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്ന വ്യത്യസ്ത രൂപങ്ങളെ നമ്മൾ വിളിക്കും രൂപാന്തരങ്ങൾ. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് ചാർക്കോൾ, വജ്രം, കൽക്കരി എന്നിവയൊക്കെ. വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെ നമ്മൾ രൂപാന്തരങ്ങൾ എന്ന് വിളിക്കുന്നു. ആൻഡ് ഈ പ്രതിഭാസത്തെ നമ്മൾ രൂപാന്തരത്വം എന്നും പറയുന്നു. ഓക്കെ, ദെൻ നമ്മളുടെ കാർബണിൻ്റെ
രൂപാന്തരങ്ങളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ആൻഡ് അമോർഫസ് രൂപാന്തരങ്ങൾ. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളിൽ വരുന്നവരാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ ആൻഡ് ഗ്രഫീൻ എന്നിവ. അമോർഫസ് രൂപാന്തരങ്ങളിൽ വരുന്നവരാണ് ചാർക്കോൾ, കോക്ക്, വിളക്കുകരി ആൻഡ് കൽക്കരി. ഓക്കെ, ഇനി എന്താണ് ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ? ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് നിശ്ചിത ജാമിതീയ ആകൃതി ഉണ്ടായിരിക്കും. ഇവയുടെ ക്രിസ്റ്റൽ ഘടനയിൽ കണങ്ങളെ ക്രമത്തിൽ അടുക്കിയിരിക്കും. ഓക്കെ, ക്രിസ്റ്റലീയ രൂപാന്തരം എന്ന് പറയുമ്പോൾ അവർക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു ജാമിതീയ ആകൃതി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവയാണ് നമ്മൾ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്ന് പറയാം. അമോർഫസ് രൂപാന്തരങ്ങളാണെങ്കിലോ അവർക്ക് ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു ജാമിതീയ ആകൃതി ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളെ പരിചയപ്പെടാൻ പോകണം. അതിൽ ഒന്നാമത്തെയാണ് വജ്രം. ഓക്കെ, പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. നമുക്കറിയാവുന്നതാണ് അല്ലേ? നമ്മളുടെ പ്രകൃതിയിൽ ഏറ്റവും കാഠിന്യം കൂടിയിട്ടുള്ള ഒരു പദാർത്ഥം എന്ന് പറയുന്നത് ഡയമണ്ട് അല്ലെങ്കിൽ വജ്രമാണ് എന്നുള്ളത് നമുക്കറിയാം. ദെൻ വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും അതിനു ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഓക്കെ, വജ്രത്തിൽ ഓരോ ആറ്റവും അതിൻ്റെ ചുറ്റുമുള്ള 4 കാർബൺ ആറ്റവുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ? ഈ ബന്ധനമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. സോ ആ ഒരു സ്ട്രെങ്ത് തന്നെയാണ് ഈ ഒരു വജ്രത്തെ ഇത്രയും കാഠിന്യമുള്ള വസ്തുവാക്കി മാറ്റുന്നത്. വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം ഈ ഒരു ബന്ധനമാണ് കേട്ടോ. ഈ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ വജ്രം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. നമുക്കറിയാം കാർബണിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2-4 ആണ്. ഇത് 4 എന്ത് ചെയ്തിട്ടുണ്ട്? 4 എണ്ണമായിട്ട് ബോണ്ടിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സോ അവിടെ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വജ്രം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വജ്രത്തിൻ്റെ സവിശേഷതകളാണ്. കാഠിന്യം വളരെ കൂടുതലാണ്, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല, നമ്മൾ പറഞ്ഞു തന്നെയാണ് അല്ലേ. ദെൻ ഉയർന്ന താപചാലകത, താപത്തെ നന്നായിട്ട് കടത്തിവിടും. ദെൻ ഉയർന്ന അപവർത്തനാങ്കം, നമ്മളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയുമ്പോൾ ലൈറ്റിനെ ബെൻഡ് ചെയ്യാനുള്ള കഴിവ് അല്ലേ, അത് വജ്രത്തിന് നന്നായിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്രിസ്റ്റലീയ രൂപാന്തരമാണ് കാർബണിൻ്റെ മറ്റൊരു ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഓക്കെ, ഗ്രാഫൈറ്റിൽ ഓരോ കാർബണും ചുറ്റുമുള്ള 3 കാർബൺ ആറ്റങ്ങളുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഗ്രാഫൈറ്റിൽ ഒരു കാർബൺ ആറ്റം എന്ത് ചെയ്തിട്ടുണ്ട്? ചുറ്റുമുള്ള 3 എണ്ണത്തിലായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പാളികൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലാണ് ഗ്രാഫൈറ്റിൻ്റെ ഘടന. നമുക്കിവിടെ കാണാൻ പറ്റൂലേ, ഇങ്ങനെ ഓരോ പാളികളാണ്. ഈ പാളികൾ ഒന്നിനു മീതെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഗ്രാഫൈറ്റിൽ പാളികൾക്കിടയിൽ സഹസംയോജക ബന്ധനമില്ല. ഇതിനെന്താണ്? പാളികൾക്കിടയിൽ ഒരു സഹസംയോജക ബന്ധനം ഇല്ല. അതുകൊണ്ട് തന്നെ ദുർബലമായ ആകർഷണ ബലമാണുള്ളത്. അതിനാൽ പാളികൾക്ക് പരസ്പരം തെന്നി മാറാൻ വേണ്ടിയിട്ട് കഴിയും. പാളികൾക്ക് ദുർബലമായിട്ടുള്ള ആകർഷണ ബലമായതുകൊണ്ട് പാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാൻ ഈസിയാണ്. അതിനാൽ ഗ്രാഫൈറ്റ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നു. ഗ്രാഫൈറ്റിനെ നമ്മൾ സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വലിയ താപം ഒക്കെ ഉള്ള മെഷീൻസിലൊക്കെ നമ്മൾ ഓയിൽ പോലുള്ള സ്നേഹകങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഗ്രാഫൈറ്റാണ് സ്നേഹകമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫൈറ്റിന് ഇങ്ങനെ ദുർബലമായിട്ടുള്ള ആകർഷണ ബലം ഉള്ളത് കാരണം ഗ്രാഫൈറ്റ് സ്നേഹകമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഗ്രാഫീൻ അല്ലെങ്കിൽ ഗ്രഫീൻ എന്ന് പറയാം. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളികളാണ് ഗ്രഫീൻ. ഓക്കെ, അതായത് ഷഡ്ഭുജ ആകൃതിയിലാണുള്ളത്. അത് 2 ഡയമെൻഷൻ ദ്വിമാന തലത്തിലാണ് അത് നിൽക്കുന്നത്. ഓക്കെ, ഷഡ്ഭുജാകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രഫീൻ. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാം? ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളിക്ക് സമാനമാണ് ഗ്രഫീൻ. ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളി ഉണ്ടല്ലോ, അത് എങ്ങനെയാണോ അതായിരിക്കും ഗ്രഫീൻ, അതിന് സമാനമാണ് ഗ്രഫീൻ. ഓക്കെ, ദെൻ ഈ ഗ്രഫീനിൻ്റെ സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ 200-1 ഭാരവും അലൂമിനിയത്തിൻ്റെ 5-1 ഭാരവും.
ഓക്കെ, ഗ്രഫീന് സ്റ്റീലിൻ്റെ 200 ഭാരമേ ഉള്ളൂ, അലൂമിനിയത്തിൻ്റെ 5 ഭാഗം ഭാരമേ ഉള്ളൂ, പക്ഷെ സ്ട്രോങ് ആയിരിക്കും. ദെൻ ഉയർന്ന വൈദ്യുത ചാലകത, ഉയർന്ന താപചാലകത. ഓക്കെ, വൈദ്യുതി നന്നായിട്ട് കടത്തിവിടും, അതുപോലെ തന്നെ താപചാലകതയും നന്നായിട്ടുണ്ട്, താപവും നന്നായിട്ട് കടത്തിവിടും. നെക്സ്റ്റ് വരുന്ന അവസാനത്തെ കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഫുള്ളറിൻ. ഓക്കെ, ഫുള്ളറിൻ പഞ്ചഭുജാകൃതിയിലും ഷഡ്ഭുജാകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറീനുകൾക്കുള്ളത്. ഓക്കെ, ഷഡ്ഭുജവും അതുപോലെ തന്നെ പഞ്ചഭുജവും കൂടി ചേർന്നിട്ടുള്ള ഈ വലയങ്ങൾ കൂടി ചേർന്നിട്ടുള്ള പൊള്ളയായിട്ടുള്ള ഗോളീയ രൂപമാണ് ഫുള്ളറീനുകൾക്കുള്ളത്. ഇങ്ങനെ ഗോളീയ രൂപമുള്ള ഫുള്ളറീനുകളെ നമ്മൾ ബക്കി ബോൾസ് എന്ന് വിളിക്കുന്നു. ദെൻ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനുകളാണ് കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്നത്. അങ്ങനെ സിലിണ്ടർ ഷേപ്പിലുള്ള ഫുള്ളറീനുകളെ കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് ഇവയെ നമ്മൾ ബക്കി ട്യൂബ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ നാനോ ട്യൂബുകൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഭാരം വളരെ കുറവാണ്, എന്നാൽ സ്ട്രോങ് ഇനഫ്, മതിയായ സ്ട്രെങ്ത്തും അതിനുണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റേഴ്സിലും അങ്ങനെയുള്ള മെഡിക്കൽ ഫീൽഡിലൊക്കെ ഈ ഒരു കാർബൺ നാനോ ട്യൂബായിട്ട് ഫുള്ളറിൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ ഒരു ഫുള്ളറിനുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ, മനസ്സിലാക്കി വെക്കാം. ബക്കി ബോൾസും ബക്കി ട്യൂബ്സും ഓർമ്മയിലുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അമോർഫസ് രൂപാന്തരങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിയതമായ ക്രിസ്റ്റൽ അല്ലെങ്കിൽ നിശ്ചിതമായ ക്രിസ്റ്റൽ ഘടന ഇല്ലാത്ത ഖരപദാർത്ഥങ്ങളാണ് അമോർഫസ് രൂപാന്തരങ്ങൾ. ചാർക്കോൾ, കോക്ക്, വിളക്ക് കരി, കൽക്കരി എന്നിവ കാർബണിൻ്റെ വ്യത്യസ്ത അമോർഫസ് രൂപാന്തരങ്ങളാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അമോർഫസ് രൂപാന്തരങ്ങളെ കുറിച്ച് നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കാർബണിൻ്റെ സംയുക്തങ്ങളെയാണ്. ഓക്കെ, കാർബണിൻ്റെ സംയുക്തങ്ങളാണ്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് എന്നിവയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നിർമ്മാണമാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ നിർമ്മിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്ലാസ്കിൽ ആദ്യം കുറച്ച് കാൽഷ്യം കാർബണേറ്റ് ഇട്ട് വെക്കും. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് ഇടുന്നു. ദെൻ അതിലേക്ക് ഡിസ്റ്റിൽ ഫണലിലൂടെ HCl ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് CaCO3 കാൽഷ്യം കാർബണേറ്റ് പ്ലസ് 2HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആൻഡ് ഗിവ്സ് അത് എന്തുണ്ടാക്കും, CaCl2 കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് H2O വാട്ടർ ഉണ്ടാക്കുന്നു. അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകവും ഉണ്ടാകുന്നു. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ വന്ന കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണെങ്കിൽ ഇപ്പോൾ വന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിലൂടെ കടന്നു പോകുമ്പോൾ ലൈം വാട്ടറിൻ്റെ നിറം പാലിൻ്റെ നിറമായിട്ട് മാറും. ഓക്കെ, അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കൂടെ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്യൂബിലൂടെ ലൈം വാട്ടറിൽ കടത്തിവിടാണ്. ഓക്കെ, യെസ്, കാൽഷ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലഭിക്കുന്നു. ഈ വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകുന്നു. അപ്പോൾ ഈ ലൈം വാട്ടറിലേക്ക് ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ നമ്മൾ കടത്തിവിടുമ്പോൾ ഈ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറത്തിലാകും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉപയോഗങ്ങളാണ്. ഓക്കെ, അത് ഒന്നാമത്തത് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു. നമ്മൾ തീനെ കെടുത്തുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ അഗ്നിശമനികളിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. ദെൻ അലക്കുകാരം, അപ്പക്കാരം എന്നിവയുടെ നിർമ്മാണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അലക്കുകാരം നോക്കിക്കുക, Na2CO3.10H2O ആണ് വരുന്നത്. അപ്പോൾ അതിന് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മളുടെ വസ്ത്രങ്ങളൊക്കെ കഴുകുന്നതിന് വേണ്ടിയിട്ട്. ദെൻ അപ്പക്കാരം നമുക്കറിയാം, സോഡാപ്പൊടി അല്ലേ, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ യൂസ് ചെയ്യുന്നുണ്ട്, NaHCO3. ദെൻ യൂറിയ പോലുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജനിൽ ഉപയോഗിക്കുന്നുണ്ട്. കാർബോജനിൽ 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
കാർബജനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നു. ഇത് സ്റ്റേജ് ഷോകളിലും മറ്റും പുക നിറഞ്ഞ പ്രതീതി ഉളവാക്കാൻ ഉപയോഗിക്കുന്നു. കാരണം സ്റ്റേജ് ഷോയിലൊക്കെ നമ്മൾ പുക പോലുള്ളൊരു സംഗതി, സ്മോക്ക്, അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് മീൻസ് ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്. ഓക്കെ. ഈ ഡ്രൈ ഐസ് ആണ് സ്റ്റേജ് ഷോകളിൽ പുക പ്രതീതി നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അപ്പം ഇന്ന് ഇത്രയും മതി. ഇൻഷാ അല്ലാ.